ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പാമ്പിന്റെ ഫസ്റ്റ് സെഷൻ ആണ് കണ്ടത് അല്ലേ? അപ്പോൾ ഓപ്പാമ്പിന്റെ ഫസ്റ്റ് സെഷന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ബേസിക്കലി ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടീസ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, സ്ലൂ റേറ്റ് എന്താണ്, അതിൽ നിന്ന് കുറച്ച് നല്ല പ്രോബ്ലംസ് ചെയ്തു. പിന്നെന്താണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, അതുപോലെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്താണ്, ഓപ്പാമ്പ് സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നത്, ഇന്റഗ്രേറ്റർ എങ്ങനെയാണ്, അതുപോലെ ഡിഫറൻഷിയേറ്റർ എങ്ങനെയാണ്, സമ്മിങ് ആംപ്ലിഫയർ എങ്ങനെയാണ്, ഡിഫറൻസ് ആംപ്ലിഫയർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടല്ലേ? അതൊന്നും അതിന്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് ബേസിക്കലി നോക്കാനുള്ളതെന്ന് പറയുന്നത് ഇതേ സർക്യൂട്ട്സ് ഉപയോഗിച്ച് നമുക്ക് വേറെ ഒരുപാട് സർക്യൂട്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫിൽറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, 555 ടൈമർ, അങ്ങനെ അങ്ങനെ കുറെ സർക്യൂട്ട്സ് നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ബേസിക്കലി ഇതിനകത്ത് നോക്കുന്നത് അങ്ങനെയുള്ള സർക്യൂട്ട്സ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാംസിലൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ളത്? ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ഉണ്ട്. അപ്പം ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്താണ്? ദീ സർക്യൂട്ട്സ് യൂസ്, അപ്പൊ നമ്മൾ എന്തായാലും ഓപ്പാമ്പ് വെച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഓപ്പാമ്പ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഫ്രീക്വൻസി റെസ്പോൺസ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഓപ്പാമ്പ് സർക്യൂട്ട് ഉണ്ടാവും. ആ ഓപ്പാമ്പിലേക്ക് നമ്മൾ എന്തോ ഇൻപുട്ട് കൊടുക്കുന്നു, എന്തോ ഔട്ട്പുട്ട് കൊടുക്കുന്നു, എന്തോ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചില റെസിസ്റ്റർ നമ്മൾ ഇപ്പൊ ഞാനിവിടെ ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഞാനിപ്പോ വരയ്ക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഇൻപുട്ട് ഫിൽറ്റർ, ഔട്ട്പുട്ട് ഫിൽറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച്. ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ, സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ബേസിക്കലി ഇതിനകത്ത് എന്തൊക്കെയാണ് അപ്പൊ ഈ ഫിൽറ്റേഴ്സ് മെയിൻലി. അപ്പൊ ഒരു ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്തോണം, അവിടെ ഒരു കപ്പാസിറ്റർ വരും. അപ്പം ഒരു ഓപ്പാമ്പ് സർക്യൂട്ടില് സീരീസ് പാത്തിലാണ് ഫിൽറ്റർ വരുന്നതെങ്കിൽ അതൊരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ഫിൽറ്റർ ഓപ്പാമ്പ് സർക്യൂട്ടിൽ ഇൻപുട്ട് പാത്തിലാണ് വരുന്നതെങ്കിൽ അതൊരു ഹൈ പാസ് ഫിൽറ്റർ ആയിരിക്കും. അപ്പം സർക്യൂട്ട് തന്നിട്ട് ഇത് ഏത് ഫിൽറ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റർ എന്ന രീതിക്ക് നമ്മൾ പഠിച്ചല്ലേ? ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ. അപ്പൊ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റർ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്താണ് ഇതിനകത്തുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? എലിമിനേറ്റ് ദ നീഡ് ഫോർ ബൾക്കി ആൻഡ് എക്സ്പെൻസീവ് ഇൻഡക്ടർ എൽ വിച്ച് ആർ എസെൻഷ്യൽ കോമ്പോണൻസ് ഇൻ പാസീവ് ഫിൽറ്റേഴ്സ് അല്ലേ? ബൾക്കി ആൻഡ് എസെൻഷ്യൽ കോമ്പോണൻസ് ആയ ഇൻഡക്ടറിനെ, നോർമലി ഒരു ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇൻഡക്ടർ ആണ്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി അതിനെ ഒഴിവാക്കുകയാണ്. ഇൻഡക്ടറിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്പാമ്പ് എന്ന് പറയുന്നത് നമ്മളറിയാം ഇൻഫിനിറ്റ് ഗെയിൻ ആണല്ലേ? AOL എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ്, പ്രാക്ടിക്കൽ ഓപ്പാമ്പ് ആണെങ്കിൽ വെരി ഹൈ ആണ്. ഓപ്പാമ്പ് പ്രൊവൈഡ്സ് ഗെയിൻ ആൻഡ് ബഫറിംഗ്. അപ്പം ലോ ഔട്ട്പുട്ട്, ഓപ്പാമ്പിന് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവാണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ്, CMRR ഹൈ, ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ പറയുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഒരു എന്താണ് അതിന്റെ കട്ട് ഓഫ്. അപ്പം ലോ പാസ് ആകുമ്പോൾ ഏത് ഫ്രീക്വൻസിക്ക് ശേഷമാണ് ഇത് കട്ട് ഓഫ് ആവുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ? കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ സർക്യൂട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ കട്ട് ഓഫ് ഫ്രീക്വൻസി FC എന്ന് പറയുന്നത് എന്താണ്? 1/2πRC ആയിരിക്കും അല്ലെ? കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πRC ആണ്. അപ്പം ഇതാണ് നമുക്ക് ബേസിക്കലി ലോ പാസ് ഫിൽറ്ററിനെ പറ്റി നമുക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇപ്പൊ ഒരു റിവിഷൻ ക്ലാസ് എന്ന നിലയിലാണ് ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും ഒരു ഇമ്പോർട്ടൻസ് മതി നമുക്ക്. ബാക്കി നിങ്ങൾ സർക്യൂട്ട് പഠിച്ചാണല്ലോ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അതൊന്നും അത്ര ഡീപ്പായിട്ട് ചോദിക്കും. മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ലോ പാസ് ഫിൽറ്റർ. അപ്പൊ നമ്മൾ ആക്റ്റീവ് ഫിൽറ്റർ ആണ് അല്ലെ? അപ്പം ഫ്രീക്വൻസി ആണ് നമ്മൾ ബേസിക്കലി ഫിൽറ്ററിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഫിൽറ്റർ ആണ്. അപ്പം ഫ്രീക്വൻസി സെലക്ഷൻ ആണ് ഒരു ഫിൽറ്ററിൽ നടക്കുന്നത്. ഫ്രീക്വൻസി സെലക്ഷൻ ആണ് ഒരു ഫിൽറ്ററിൽ നടക്കുന്നത്.
A frequency selective circuit that passes a specified band of frequencies and blocks or attenuates signals. അല്ലെ? റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ആണ്. അപ്പൊ ബേസിക്കലി ഇൻഡക്ടർ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കപ്പാസിറ്ററും റെസിസ്റ്റൻസും കൂടെ ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫിൽട്ടറിങ് നടക്കും. അപ്പൊ അതാണ് ശരിക്കും പാസീവ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പൊ പാസീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഫിൽട്ടറും ഉണ്ട്, പാസീവ് ഫിൽട്ടർ. നമുക്ക് പാസീവ് ഫിൽട്ടറിനെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ RLC കോമ്പോണൻസ് എല്ലാം ഉണ്ടാവും. ആക്റ്റീവ് ഫിൽറ്റേഴ്സോ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഓപ്പാം. ആക്റ്റീവ് ഫിൽട്ടർ നമ്മളിവിടെ ബേസിക്കലി എപ്പോഴും ആക്റ്റീവ് ഫിൽട്ടറാണ് പഠിക്കുന്നത്. അതിനകത്ത് ഇൻഡക്ടർ ഉണ്ടാവില്ല. RC പിന്നെ ഏതെങ്കിലും ഓപ്പാമ്പ് ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും ആക്റ്റീവ് ഫിൽട്ടർ നമ്മൾ വരിക. അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ ഏതൊക്കെ ഫിൽറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ലോ പാസ് ഫിൽട്ടർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈ പാസ് ഫിൽട്ടർ പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബാൻഡ് പാസ് ഫിൽട്ടർ പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ബാൻഡ് റിജക്ട് ഫിൽട്ടർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾ പാസ് ഫിൽട്ടറും പഠിച്ചിട്ടുണ്ട് അല്ലെ? ബാൻഡ് റിജക്ട് ഫിൽട്ടർ അതുപോലെ തന്നെ ഓൾ പാസ് ഫിൽട്ടറും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ബേസിക്കലി ഇതിൽ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടറിന്റെ ഡയഗ്രാം എങ്ങനെയാ വരിക? ഒരു ഓപ്പാമ്പ് ഇങ്ങനെ വരുന്നു. അപ്പൊ അതിനകത്ത് മെയിൻലി ഒരു ഫിൽട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും കൂടുതലും ചോദ്യം വരുന്നത് എവിടുന്നാണ്? അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ അങ്ങ് പറഞ്ഞത്. റെസിസ്റ്റർ വരുന്നു, പിന്നെ കപ്പാസിറ്റർ വരുന്നു, അതുപോലെ തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻഡക്ടറും മറ്റുമൊക്കെ ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുമെന്നല്ലേ? അതെന്ന് പറയുന്നത് വേറൊരു കേസാണ്. അത് ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽട്ടർ ആവുന്നു എന്നുള്ള രീതി നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും ഇതാണ് ഫിൽട്ടറിങ്. അപ്പൊ ഈ കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഫിൽട്ടറിങ് നടക്കുന്നത്. അപ്പം ഇതിപ്പോ ശരിക്കും ഒരു നോൺ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ അല്ലേ? അപ്പം നമുക്കറിയാം ഈസ് ഈക്വൽ ടു 1 + RF/RI ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ഗ്രൗണ്ടോടെ ചെയ്തിട്ടുണ്ടേ. ഈ കണക്ഷൻ ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡയഗ്രാം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ആക്റ്റീവ് ഫിൽട്ടർ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2πRC എന്ന് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ നമുക്കതിനെ പറയാവുന്നതാണ്. അപ്പൊ ഇതാണ് ആക്റ്റീവ് ഫിൽട്ടർ. നമുക്ക് ഇനി ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം അങ്ങോട്ട് വരുമ്പോൾ. ഇനി എന്താണ് പ്രിസിഷൻ റെക്ടിഫയർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ ഡയോഡ്സ് എന്ന് പറയും. ഇതെന്താണ്? ഇവരൊരു ഓപ്പാമ്പ് ഉപയോഗിച്ച് അതായത് റെക്ടിഫയർ സർക്യൂട്ടിൽ തന്നെ നമ്മൾ ഒരു ഡയോഡ് സെറ്റപ്പും കൂടെ ഉണ്ടാവും. അപ്പൊ ഒരു ഓപ്പാമ്പ് ഉപയോഗിച്ച് ഡയോഡിന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ ഒഴിവാക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഈ പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നത്. അതും ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പം അത് ശരിക്കും ഇതിനെ നമ്മൾ ഇംപ്രൂവ്ഡ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നും പറയാറുണ്ട്. ഇംപ്രൂവ്ഡ് റെക്ടിഫയർ സെറ്റപ്പ് ആണ്. അതിന്റെ സർക്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. മൈനസ് പ്ലസ് മൈനസ് വി ഇൻപുട്ട് R. സോ ഇതൊരു ഡയോഡാണ്. Vx ഡയോഡാണ്. V ഔട്ട്പുട്ട് വരും. ഇത് റെസിസ്റ്റർ RL അല്ലെ? അപ്പം ഈ ഒരു ഡയോഡ് വെച്ചിട്ട് നമുക്ക്, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിക്കോളും. അപ്പം ദിസ് അലൗസ് ദ സർക്യൂട്ട് ടു ആക്യുറേറ്റ്ലി റെക്ടിഫൈ വെരി സ്മോൾ ഇൻപുട്ട് സിഗ്നൽസ് ദാറ്റ് എ സ്റ്റാൻഡേർഡ് ഡയോഡ് കുഡ് നോട്ട് ഹാൻഡിൽ. അപ്പം ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഇൻപുട്ട് സിഗ്നൽസിനെ വരെ ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു നല്ല രണ്ട് പ്രോബ്ലംസ് നോക്കാം. അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല പ്രോബ്ലംസ് ചോദിക്കുക. അപ്പം പ്രോബ്ലംസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? An active filter is realized without using which of the following? ഓൾറെഡി ഞാൻ പറഞ്ഞു ആക്റ്റീവ് പാസീവ് ഫിൽറ്റേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ലെ?
അപ്പൊ ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു. ആക്റ്റീവ് ഫിൽറ്റേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുമ്പം എന്താണ്? ഓപ്പാമ്പ്, ഒരു ഓപ്പാമ്പ് ഉണ്ടാവും, നമ്മൾ പഠിച്ച ഓപ്പാമ്പ് ഉണ്ടാവും, പ്ലസ് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പം ആക്റ്റീവ് ഫിൽട്ടർ യൂട്ടിലൈസ് ഓപ്പാമ്പ്, അപ്പം റെസിസ്റ്ററും കപ്പാസിറ്ററും ഫീഡ്ബാക്ക് ലൂപ്പിൽ ഉണ്ടാവും, അപ്പൊ ഡിസൈഡ് ഫിൽട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പം ഓപ്പാമ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ ഓപ്പാമ്പ് നമുക്ക് എന്താ കിട്ടും? ആറും സി എന്ന് പറയുമ്പോൾ ഫിൽട്ടറിങ് നടക്കും. ബേസിക്കലി കപ്പാസിറ്റർ ആണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഓപ്പാമ്പ് എന്തൊക്കെ ചെയ്യും? ഗെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ബൾക്കി ഇൻഡക്ടർ. എലിമിനേറ്റ്സ് നീഡ് ഫോർ ബൾക്കി ഇൻഡക്ടർ. ഇപ്പം പാസീവ് ഫിൽട്ടർ ആണെങ്കിലോ ഇൻഡക്ടർ മസ്റ്റ് ആണ്. പാസീവ് ഫിൽട്ടറിൽ എൽ ഈസ് കമ്പൽസറി. നമുക്കറിയാം, നമ്മൾ ഒരു പവർ സിസ്റ്റത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പാമ്പ് വെച്ചിട്ടുള്ള ഫിൽറ്ററിങ് അല്ല അവിടെ ശരിക്കും RLC സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ, അങ്ങനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഒക്കെ അപ്പം ഫണ്ടമെന്റലൊക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് സൈൻ വേവ് കിട്ടണമെങ്കിലേ നമ്മൾ പ്യുവർ സൈൻ വേവ് നമ്മൾ ഇൻഡക്ടർ ഒക്കെ ഉപയോഗിച്ചാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അത് ശരിക്കും പാസീവ് ഫിൽട്ടർ. ഇത് ആക്റ്റീവ് ഫിൽട്ടർ ആണ്. ആക്റ്റീവ് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓപ്പാമ്പ് യൂസ് ചെയ്യും. അപ്പൊ ഓപ്പാമ്പ് ആണ് ഇൻഡക്ടറിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നതും. അതുപോലെ തന്നെ ഓപ്പാമ്പിന് ഇൻഫിനിറ്റ് ഗെയിൻ അല്ലേ, അപ്പൊ അവിടെ നമുക്ക് ഗെയിനും കിട്ടും. ഫിൽട്ടർ ചെയ്തുകൊണ്ട് നല്ല ഗെയിനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം വിത്തൗട്ട് യൂസിങ് വിച്ച് ഓഫ് ദ കോമ്പോണന്റ് ഏതാണ്? ഇൻഡക്ടറിനെയാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഒഴിവാക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിക്കോണം. എക്സാമിനേഷന് ചോദിക്കും ആക്റ്റീവ് ഫിൽട്ടർ ഇൻറ്റു പാസീവ് ഫിൽട്ടർ. ഇത് രണ്ടും എന്താണ്, എങ്ങനെയാണ്, ഇതിനകത്ത് ഏതൊക്കെ കോമ്പോണൻസ് ആണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളിപ്പം ജസ്റ്റ് ഫിൽട്ടർ എന്താണെന്ന് കണ്ടു, ആ ഫിൽട്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കട്ട് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞു, അതിന്റെ ഡയഗ്രാം ഒക്കെ ഞാൻ ജസ്റ്റ് മാറി പറഞ്ഞു, അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് മാറുന്നത്, എങ്ങനെയൊക്കെ വരാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് എന്താണ്, ഇന്റഗ്രേറ്ററിനെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും ഒക്കെ ലോ പാസ് ഹൈ പാസ് ഫിൽട്ടറായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന്, അതും നമ്മൾ കണ്ടു. പിന്നെ പ്രിസിഷൻ റെക്ടിഫയേഴ്സ് അല്ലെ, ഡയോഡ് വന്നിട്ടുള്ള റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AC to DC അല്ലെ. നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ റെക്ടിഫയർ തന്നെ ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്. നമ്മൾ അല്ലാതെ ജസ്റ്റ് ഒരു ഡയോഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫുൾ വേവ് എന്ന് പറയുമ്പോൾ സെന്റർ ടാപ്ഡ് ബ്രിഡ്ജ് ടൈപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേ സാധനം ഓപ്പാമ്പ് യൂസ് ചെയ്ത് റിയലൈസ് ചെയ്യുന്നു. അതാണ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ സൂപ്പർ ഡയോഡ്സ് എന്നൊക്കെയാണ് അതിനകത്ത് അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് വാക്കുകൾ, ടെർമിനോളജീസ് എന്നൊക്കെ പറയുന്നത് സൂപ്പർ ഡയോഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അടുത്തത് പ്രിസിഷൻ റെക്ടിഫയർ. പിന്നെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ച്, അതിന്റെ ആദ്യം അതിന്റെ തിയറി കുറച്ച് നേരം പറയുക, പിന്നെ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. അങ്ങനെ ഈ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു. അപ്പം ഫസ്റ്റ് അടുത്ത എന്താണ്? ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ പ്രിസിഷൻ റെക്ടിഫയർ കമ്പയർഡ് ടു എ കൺവെൻഷണൽ ഡയോഡ് അല്ലെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അന്നത്തൊന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കോളൂ. അപ്പം കൺവെൻഷണൽ ഡയോഡും ഇപ്പൊ നമ്മൾ കൺവെൻഷനലി റെക്ടിഫയർ എന്താണ്? AC to DC അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്നു. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഡയോഡ് റെക്ടിഫയർ വഴി ഇങ്ങനെ കിട്ടുന്നു അല്ലെ. ഹാഫ് വേവ് ഇങ്ങനെ, ഫുൾ വേവ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജ് അല്ലെങ്കിൽ സെന്റർ ടാപ്പ്. അപ്പൊ ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ അപ്പൊ അതിനകത്ത് എന്താണ് നമ്മൾ പ്രിസിഷൻ, അപ്പൊ അതേപോലെ ഒരു ഓപ്പാമ്പ് വെച്ചിട്ടുള്ള റെക്ടിഫയർ ആണ് പ്രിസിഷൻ റെക്ടിഫയർ. അപ്പൊ അവിടെ നമ്മൾ സൂപ്പർ ഡയോഡ് എന്നൊക്കെ പറഞ്ഞൊക്കെയാ പഠിച്ചത് അല്ലെ. ഇത്രയും നോളജ് ഒക്കെ നമുക്ക് ഇതിനെ പറ്റി ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വളരെ മില്ലി വോൾട്ടിൽ, വളരെ മൈന്യൂട്ട്. അപ്പൊ നമുക്കറിയാം ഒരു ഡയോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു കട്ടിൻ വോൾട്ടേജ് ഉണ്ട് അല്ലെ. സിലിക്കൺ ആണെങ്കിൽ ഇത്ര 0.7 വോൾട്ട്, ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട്, അങ്ങനെ കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. അപ്പം അത് ആ കട്ടിൻ വോൾട്ടേജിന് ശേഷമാണ് നമ്മൾ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ഒക്കെ ആയി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ല. അങ്ങനെയാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് നമുക്ക് കൺവെൻഷണൽ റെക്ടിഫയറിലൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്രിസിഷൻ റെക്ടിഫയർ ഉപയോഗിക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? ഇറ്റ് ക്യാൻ റെക്ടിഫൈ സിഗ്നൽസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ലെസ് ദാൻ 0.7 വോൾട്ട്. ഇതാണ് മെയിൻ പോയിന്റ്. ഞാൻ ഇത് പഠിപ്പിച്ചപ്പം എന്റെ മെയിൻ പോയിന്റിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ദിസ് അലൗ ദ സർക്യൂട്ട് ടു ആക്യുറേറ്റ്ലി റെക്ടിഫൈ വെരി സ്മോൾ ഇൻപുട്ട് സിഗ്നൽസ്. അതായത് മില്ലി വോൾട്ട് റേഞ്ചിൽ ഒരു സ്റ്റാൻഡേർഡ് ഡയോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത റേഞ്ചിൽ, മില്ലി വോൾട്ട് റേഞ്ചിൽ നമ്മൾ ഇത് എന്താണ് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ ഇവിടെ എന്താണ് കൺവെൻഷണൽ ഡയോഡ് കനോട്ട് റെക്ടിഫൈ. അപ്പം പീക്ക് വോൾട്ടേജ്, അപ്പം പീക്ക് വോൾട്ടേജ് കൺവെൻഷണൽ ആണെങ്കിൽ പീക്ക് വോൾട്ടേജ് ലെസ് ദാൻ 0.7 വോൾട്ട് ആണെങ്കിൽ എന്താണ് റെക്ടിഫിക്കേഷൻ നടക്കില്ല. അപ്പം പ്രിസിഷൻ റെക്ടിഫൈസ് എന്താണ്, ഓപ്പാമ്പിന്റെ ഫീഡ്ബാക്ക് ലൂപ്പിൽ ഒരു ഡയോഡ് കൊണ്ടുവന്ന് വെക്കും. അപ്പം ഇതിപ്പോ നമ്മൾ ഓപ്പാമ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് ലൂപ്പിൽ ഡയോഡിനെ കൊണ്ടുവെക്കും. അപ്പം ഈ ഫോർവേഡ് വോൾട്ടേജിനെ അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ മില്ലി വോൾട്ട് റേഞ്ചിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഔട്ട്പുട്ട് റെക്ടിഫൈഡ് ആയിട്ട് കിട്ടും. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, AC to DC. ഇതാണ്. അപ്പം ഒരു പ്രസിഷൻ ഓപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇത്രയും നമ്മൾ ഇപ്പൊ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾക്ക് അപ്പുറം ഒന്നും തന്നെ ചോദിക്കാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ DAC. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഹൈ ഗെയിൻ, ഹൈ സ്റ്റെബിലിറ്റി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. കോമൺലി ബിൽറ്റ് യൂസിങ് 3 ഓപ്പാംസ് അല്ലെ. ഹൈ ഗെയിൻ, ഹൈ സ്റ്റെബിലിറ്റി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബിൽറ്റ് യൂസിങ് ഒരു 3 ഓപ്പാംസ് ആണ്. നിങ്ങൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഓൾറെഡി സാർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും അല്ലെ. 3 ഓപ്പാമ്പ് ചേർന്നിട്ട് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഹൈ ഗെയിനും ഹൈ സ്റ്റെബിലിറ്റി ആണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്, അതിൽ ലോ പാസ് ഫിൽറ്റർ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് എങ്ങനെയാണ്, അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെയാണ്, പിന്നെ പ്രിസിഷൻ റെക്ടിഫയർ എങ്ങനെയാണ്, പിന്നെ അതുമൂലം നമുക്ക് എന്താണ് അതിൽ നിന്ന് വരുന്ന എന്താണ് 2 നല്ല പ്രോബ്ലംസ് നമ്മൾ കണ്ടു. അപ്പൊ എവിടെ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പം ഹൈ ഗെയിൻ ആണ്, ഹൈ സ്റ്റെബിലിറ്റി ആണ്. അപ്പം കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വെരി ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ലോ നോയ്സ് ആണ്, വെരി ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പൊ ആപ്ലിക്കേഷൻ എന്താണ്, പ്രൈമറിലി യൂസ്ഡ് ഫോർ ആംപ്ലിഫൈങ് സ്മോൾ ഡിഫറൻഷ്യൽ സിഗ്നൽസ് ഫ്രം സെൻസേഴ്സ് അല്ലെ. നമ്മൾ ചെറിയ സെൻസറിലൊക്കെ, നമ്മൾ ഈ സർക്യൂട്ട്സിലൊക്കെ ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് സെൻസ് ചെയ്തെടുക്കുന്ന വാല്യൂ നമുക്ക് അങ്ങനെ ചിലപ്പോൾ മറ്റൊരു ഡിവൈസിലേക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ഒരു റേഞ്ച് ഉണ്ടാവും, അത്ര ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ഒക്കെ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് സ്മോൾ ഡിഫറൻഷ്യൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യും. എക്സാമ്പിൾ എന്താണ്, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പം ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഹൈ ഗെയിൻ, അതുപോലെ തന്നെ ഹൈ സ്റ്റെബിലിറ്റി, പിന്നെന്താണ് ഇത് മെയിൻ ആയിട്ട് 3 ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സർക്യൂട്ട് അറിയാം. പിന്നെന്താണ് പ്രോപ്പർട്ടീസിൽ ഹൈ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പം സ്മോൾ ഡിഫറൻഷ്യൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ എക്സാമ്പിൾ എന്താണ്, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിൾ ഒക്കെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്താണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഡിഫറൻഷ്യൽ ഗെയിൻ ഉണ്ട് അല്ലെ. ഡിഫറൻഷ്യൽ ഗെയിൻ AD എന്ന് പറയുന്നത് 1 + 2R/R ഗെയിൻ ഇൻറ്റു RF/RG അല്ലെ. അപ്പൊ DAC എന്താണ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, കൺവേർട്ട്സ് എ ഡിജിറ്റൽ ഇൻപുട്ട്. ഇത് ഗെയിൻ. അപ്പൊ നിങ്ങൾ ആ സർക്യൂട്ട് വെച്ചിട്ട് അതിന്റെ ഗെയിൻ നോക്കിയാൽ മതി, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ സാറ് ക്ലാസ്സിൽ ഡിറൈവ് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇനി എന്താണ്, DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അങ്ങനെയുള്ള
കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ. ഇപ്പം നമ്മളത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനകത്ത് ഒരു ഡിജിറ്റൽ ഇൻപുട്ട്, അതായത് ഒരു ബൈനറി ഡിജിറ്റൽ ഇൻപുട്ടിനെ എന്താണ് ഒരു അനലോഗ് ഔട്ട്പുട്ട്, അപ്പൊ ഒരു വോൾട്ടേജോ കറണ്ടോ, അപ്പൊ ബൈനറി വേർഡായിട്ട് കിട്ടിയ സാധനത്തിന് എന്താണ് വോൾട്ടേജോ കറണ്ടൊക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡാക്കിനെ പറ്റി പറയാറുള്ളത്. അപ്പം ഇപ്പം അപ്പം എന്താണ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് തിയറി പറയാം, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു കൺവേർട്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കൺവേർട്ടർ എന്ന് വിചാരിക്കുക. അപ്പം n ബിറ്റ് സിഗ്നൽ ആണ്. അപ്പോൾ ഒരു n ബിറ്റ് സിഗ്നൽ ആണെങ്കിൽ ഫൈനലി നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. n ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ടിൽ നിന്ന് നമുക്കൊരു ഫൈനലി ഒരു അനലോഗ് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് ആവുമ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഇതാണ് ബേസിക്കലി ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ അതിന്റെ റെസൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? R2R ലാഡർ അല്ലെങ്കിൽ ഡാക്ക്. അപ്പൊ എന്താണ് അപ്പം വെയ്റ്റഡ് റെസിസ്റ്റർ ഡാക്കിനേക്കാളും ഇറ്റ് ഹാസ് 2 റെസിസ്റ്റർ വാല്യൂസ് അല്ലെ. ആറും 2R എന്നുള്ള 2 റെസിസ്റ്റർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഫാബ്രിക്കേഷൻസ് ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ആവും. എൻഷുവേഴ്സ് ബെറ്റർ ട്രാക്കിംഗ് ഓഫ് റെസിസ്റ്റർ വാല്യൂസ് ലീഡിങ് ടു ഹയർ ആക്യുറസി. അപ്പം ഇതിനെ ബെറ്റർ ട്രാക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. R2R. അപ്പൊ അതിന്റെ സർക്യൂട്ട് അറിയാമായിരിക്കുമല്ലോ. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പ് ആംപ് സർക്യൂട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇങ്ങനെ റെസിസ്റ്റീവ് സർക്യൂട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലെ. അല്ലെ, ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലെ. അതാണ്. അപ്പൊ അത് ശരിക്കും ഒരു വെയ്റ്റഡ് റെസിസ്റ്റർ സെറ്റപ്പ് ആണ് നമ്മൾ അവിടെ പറയാറുള്ളത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഉണ്ടല്ലേ. നമുക്ക് ഇതിപ്പം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് അടിച്ചാൽ നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള എന്താണ്? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 2R ബൈ 2R പ്ലസ് 2R ഇൻറ്റു വി അല്ലെ. നിങ്ങളുടെ സർക്യൂട്ടിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് ഇപ്പം ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ 2 രീതിക്കാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ബൈനറി വെയ്റ്റഡും അതുപോലെ തന്നെ R2R. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ നമുക്കൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഒന്ന് കമ്പയർ ചെയ്ത് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ബൈനറി വെയ്റ്റഡ് അതുപോലെ തന്നെ R2R നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഓൺലി 2 റെസിസ്റ്റർ വാല്യൂസ് ആണ്. ഈസിയർ ഇംപ്ലിമെന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഈസിയർ ടു മാനുഫാക്ചർ ഇംപ്ലിമെന്റേഷൻ. അതുപോലെ തന്നെ ഫാസ്റ്റർ റെസ്പോൺസ് ആണ്. R2R എടുക്കും അല്ലെ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് ലിമിറ്റഡ് ടു 8 ബിറ്റ്സ് ആണ്. 8 ബിറ്റ് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ കൺവേർഷൻ. പിന്നെന്താണ്? നോയ്സ് ഉണ്ടാവാം, എക്സ്പെൻസീവ് ആണ്, ഗ്രേറ്റർ എറർ ആണ് ഇവിടെ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലെ. പ്രൈമറി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് എ 3 op-amp ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഓവർ എ സിംഗിൾ op-amp ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അല്ലെ? ഒരു 3 op-amp ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കമ്പയർ ചെയ്ത് ഒരു സിംഗിൾ op-amp ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യാനുള്ള പ്രൈമറി റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. ലോവർ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണോ, ഹയർ വാല്യൂ ഓഫ് CMRR ആണോ, ഹയർ ഗെയിൻ ആണോ, എന്താണ്? നമുക്കറിയാം അല്ലെ, ഹയർ വാല്യൂ. ഈ 3 op-amp കോൺഫിഗറേഷൻ സിഗ്നിഫിക്കൻറ്റ്ലി ഇംപ്രൂവ്സ് ദ റിജക്ഷൻ ഓഫ് കോമൺ മോഡ് നോയ്സ്, അല്ലെ? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു 3 op-amp കോൺഫിഗറേഷൻ ആണ്, അല്ലെ? കോൺഫിഗറേഷൻ ആണ്. അപ്പം CMRR, അതായത് റിജക്ഷൻ റേഷ്യോ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും while maintaining very high input impedance, so resulting in a much higher common mode rejection ratio than a simple differential amplifier നെ കാണുമ്പോൾ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം op-amp മൂലമുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ CMRR ഹൈ ആണ്. പക്ഷേ ഇതൊരു 3 op-amp സർക്യൂട്ട് ആണ്, എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ CMRR അതിലും കൂടുതലായിരിക്കും. മെയിൻലി CMRR-നെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. കാരണം ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ഹൈ എന്ന് പറയുമ്പോൾ അത് പിന്നെയും നമ്മൾ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഹൈ വാല്യൂ ഓഫ് CMRR, അതാണ് മെയിൻ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ R2R ലാഡർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ DAC is preferred over the weighted resistor DAC primarily because, അല്ലെ? അതായത് ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ സിലബസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ ഏറ്റവും എളുപ്പം ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ സാറിന്റെ ക്ലാസ്സിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? അതായത് R2R-ഉം വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഫ്യൂവർ op-amp ഒന്നും അല്ല, അല്ലെ? സ്മോൾ ഇൻപുട്ട് കറണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനെ തമ്മിൽ രണ്ടിനെയും ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്ന ഏതാണ്? ഓൺലി 2 റെസിസ്റ്റർ വാല്യൂസ്, അല്ലെ? R-ഉം 2R എന്ന് പറഞ്ഞ് 2 റെസിസ്റ്റർ വാല്യൂസ് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് വെയ്റ്റഡ് റെസിസ്റ്റർ ഡാക്കില് റിക്വയർസ് റെസിസ്റ്റേഴ്സ് ഇൻ വൈഡ് ബൈനറി ചാർട്ട്. അതായത് വെയ്റ്റഡ് റെസിസ്റ്റർ ആണെങ്കിൽ R, 2R, 4R അങ്ങനെ വേണം. വെയ്റ്റഡ് റെസിസ്റ്റർ ആണെങ്കിൽ R, 2R, 4R, 8R ആ റേഞ്ചിൽ നമുക്ക് ഒരുപാട് റെസിസ്റ്റേഴ്സ് വേണം, വിച്ച് ആർ ഹാർഡ് ടു മാച്ച് ആക്യുറേറ്റ്ലി ഇൻ ഫാബ്രിക്കേഷൻ. അതേസമയം R to 2R ലാഡർ എന്ന് പറയുന്നത് എന്താണ്? R-ഉം 2R-ഉം 2 റെസിസ്റ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇറ്റ് ലീഡ്സ് ടു better overall accuracy and easier integrated circuit. നെക്സ്റ്റ് നമ്മൾ ഇനി ഇതാണ് നോക്കുന്നത് ഓസിലേറ്റേഴ്സ് മൾട്ടി വൈബ്രേറ്റേഴ്സ് ആറ്റ് 555 ടൈമർ. ഞാനിങ്ങനെ ഒരു വളരെ കോമ്പാക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ഓസിലേറ്റേഴ്സ് എന്താണ്? ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ഔട്ട്പുട്ട് സിഗ്നൽ, അല്ലെ? നമുക്കറിയാം ഓസിലേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ അതേ വാല്യൂ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സൈൻ, സ്ക്വയർ, ട്രയാങ്കിൾ. ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് കിട്ടാതെ തന്നെ നമുക്ക് എന്താണ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ദേ റിലേ ഓൺ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് എ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്ക്. ഒരു RC നെറ്റ്വർക്ക് ആയിരിക്കും, അല്ലെ? അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും, അല്ലെ? നമ്മൾ സ്റ്റേബിൾ അല്ല, നമ്മൾ op-amp വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് പഠിച്ചത്, അല്ലെ? ഇവിടെ അപ്പം ഈ ഓസിലേറ്റേഴ്സും അതുപോലെ തന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഷ്മിഡ് ട്രിഗർ ഒക്കെ എന്താണ്? ഷ്മിഡ് ട്രിഗർ എന്നൊരു സാധനമുണ്ട്. ഷ്മിഡ് ട്രിഗർ ഒക്കെ എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ആൾക്കാരാണ്. അപ്പൊ അസ്റ്റേബിൾ എന്താണ്? അസ്റ്റേബിൾ എന്ന് പറയുന്നത് ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ വൈബ്രേറ്റേഴ്സിനകത്ത്. op-amp വെച്ചിട്ടുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സിനെ പറ്റി സംസാരിക്കാന്ന് വെക്കുക നമുക്ക്. അപ്പൊ നമുക്ക് എന്താണ്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ട്, മോണോസ്റ്റേബിൾ ഉണ്ട്, ബൈസ്റ്റേബിളും ഉണ്ട്. അപ്പൊ അസ്റ്റേബിളിന്റെ മറ്റൊരു പേരുണ്ട്
ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ വേവ്. അപ്പം ഒരു ഔട്ട്പുട്ട് ഓഫ് ആൻ അസ്റ്റേബിൾ മൾട്ടിവേരിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിന് എന്താണ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. ഒരു ഹൈ വാല്യൂവിനും ഒരു ലോ വാല്യൂവിന്റെ ഇടയ്ക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇത് എത്തുന്നില്ല. ദിസ് ഇസ് എൻ അസ്റ്റേബിൾ സിസ്റ്റം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇൻപുട്ട് ഒന്നും അതിന് വേണ്ട. അതുകൊണ്ട് തന്നെ അതിനെ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് നമ്മൾ പറയും. ഇസ് ഓൾസോ കോൾഡ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും പറയും. വിത്ത് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്, കണ്ടിന്യൂസ്ലി ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ സ്റ്റേറ്റ്. അതാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. മോണോസ്റ്റേബിൾ എന്താണ്? വൺ ഷോട്ട്. ഇറ്റ് ഹാസ് ഓൺലി വൺ സ്റ്റേബിൾ സ്റ്റേറ്റ്, generates a single output pulse of a fixed duration when triggered by an external pulse. അത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് പൾസ് ആണ്. ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലുള്ള സിംഗിൾ ഔട്ട്പുട്ട് പൾസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മോണോസ്റ്റേബിൾ അല്ലെങ്കിൽ വൺ ഷോട്ട്. ഇനി നമുക്ക് 555 ടൈമർ ഐസിയെ പറ്റി സംസാരിക്കാം. നമുക്കിനി ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ബാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സർക്യൂട്ട് ഒക്കെ കണ്ട് ഡെറിവേഷൻ ഒക്കെ സാർ എടുത്താണ്, ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ നോട്ട്സ്. അപ്പോൾ അത് തന്നെ വായിച്ചോണ്ടാൽ മതി. ഇത് നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു റിവിഷൻ ആണത്. ഇനി ഇതേ ഓപ്പാംസ് യൂസ് ചെയ്തിട്ടുള്ള 555 ടൈമർ. അപ്പം 555 ടൈമർ എന്താണ് ചെയ്യുക? ടൈം ഡിലേ അല്ലെങ്കിൽ ഓസിലേഷൻസ്, ആക്യുറേറ്റ് ടൈം ഡിലേസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 555 ടൈമർ യൂസ് ചെയ്യുന്നത്. അതും ഈ 555 ടൈമറിനെയും നമ്മൾ എന്താണ് മോണോസ്റ്റേബിൾ, അസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ എന്താണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കില്ലേ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. മോണോസ്റ്റേബിൾ, അസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ എന്നൊക്കെ. 555 ടൈമർ ഇന്റേണൽ ത്രഷോൾഡിനെ പറ്റിയാണ് പറയുന്നത്. ഇന്റേണൽ കമ്പാരേറ്റേഴ്സ് ആർ റെഫറൻസ് ടു ദ സപ്ലൈ വോൾട്ട്. അപ്പൊ അതിന്റെ ആ ഡയഗ്രം ഉണ്ടല്ലോ, ഞാൻ വരയ്ക്കുന്നില്ല. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് ലോവർ ത്രഷോൾഡും അപ്പർ ത്രഷോൾഡും പറയാം. ലോവർ ത്രഷോൾഡ് എന്ന് പറയുന്നത് 1/3 VCC, അപ്പർ ത്രഷോൾഡ് എന്ന് പറയുന്നത് 2/3 VCC. നിങ്ങളുടെ നോട്ട് ഉപയോഗിച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് കട്ട്സ് ആണ്. അപ്പൊ ആ നോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പറയാൻ പറ്റും. അതുപോലെ തന്നെ മോണോസ്റ്റേബിളിന്റെ പൾസ് വിഡ്ത്ത് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഇക്വേഷനായിട്ടും ഓപ്ഷൻസിൽ തന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്താണ് 1.1 RA × C. അതുപോലെ തന്നെ അസ്റ്റേബിളിന്റെ ഫ്രീക്വൻസി. ഓപ്പാമ്പിൽ നിന്ന് കൂടുതലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് എടുത്തതെന്നാണ് വരാറുള്ളത്. പക്ഷേ ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക്സ് നിന്നായിരിക്കും. ഓക്കെ, ഇതെന്താണ്? അസ്റ്റേബിളിന്റെ ഫ്രീക്വൻസി എന്താണ്? 1.44 RA + 2 RB × C അല്ലെ? അതാണ് അസ്റ്റേബിളിന്റെ ഒരു കേസ് നമ്മൾ പറയാറുള്ളത്. ഫ്രീക്വൻസി ജസ്റ്റ് ഇക്വേഷൻസ് ഇപ്പൊ ആ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് അധികം ചെയ്യിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡയഗ്രാംസ് ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 555 ടൈമർ IC അല്ലെ, നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ള 555 ടൈമർ ICക്ക് അത് ത്രഷോൾഡ് പിൻ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഓരോ പിൻ ഉണ്ടല്ലേ, അതില് പിൻ നമ്പർ 6 ആണ് ത്രഷോൾഡ് പിൻ. is connected to the internal comparator's reference voltage അല്ലെ? ഇന്റേണൽ കമ്പാരേറ്റർ റെഫറൻസ് വോൾട്ടേജ്. അപ്പൊ അത് എത്രയാണെന്നാ ചോദിച്ചു. ഇപ്പൊ നമ്മൾ കണ്ടു, ഞാൻ ഇവിടെ പറഞ്ഞു ലോവർ ത്രഷോൾഡ് ട്രിഗർ പിൻ 2 ആണ്. അത് പിൻ 2 ആണ് 1/3 VCC. അപ്പർ ത്രഷോൾഡ് പിൻ 6 ആണ്. അപ്പൊ എത്രയാണ് ആ വോൾട്ടേജ്? എത്രയാ? 2/3 VCC അല്ലെ? 2/3 VCC. അപ്പം ഒരു 555 ടൈമറിനകത്ത് ഒരു ഇന്റേണൽ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് ഈ ത്രഷോൾഡ് കമ്പാരേറ്റർ റെഫറൻസിനെ 2/3 VCC ആക്കുന്നത്. അപ്പം ത്രഷോൾഡ് കമ്പാരേറ്റർ റെഫറൻസ് ഇങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്രഷോൾഡ് കമ്പാരേറ്റർ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2/3 VCC. ട്രിഗർ കമ്പാരേറ്റർ റെഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് ട്രിഗർ കമ്പാരേറ്റർ റെഫറൻസ് പറഞ്ഞാൽ 1/3 VCC. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.